അമ്മക്കിളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു. അമ്മക്കിളി കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി ക്രിസ്മസ് അതുമായിട്ടൊന്ന് ചോറുണ്ണാൻ വേണ്ടി മാത്രം പോയ മാതിരി ആയിപ്പോയി. അവിടം വരെ ചെന്നിട്ട് ചോറുണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ, പിന്നെ നമ്മുടെ കുറെ അത്യാവശ്യ കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും നിർവഹിക്കാൻ അവിടെ ഒരു സ്ഥലവും കണ്ടില്ല. ശരി വിട്ടോടാന്ന് പറഞ്ഞു. വണ്ടി പോയി 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 കുറേ അങ്ങോട്ട് ദൂരെ ചെന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു. ഈ സ്ഥലത്തിന്റെ പേര് വാട്ടർഫാൾസ് എന്നാണ്. അവിടെ വാട്ടർഫാൾസ് വേറെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ വാട്ടർഫാൾസിലൊന്നും പോയില്ല. പക്ഷെങ്കിൽ ഈ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതിൻ്റെ കൂടെ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് എന്തൊരു ഭംഗിയാണെന്നറിയാമോ. വാൾപ്പാറ റൂട്ടാണിത്. ഇനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോയാൽ അടുത്ത ഒരു വ്യൂ പോയിന്റ് വരും. ഭയങ്കര ഭംഗി കേട്ടോ. തേയിലത്തോട്ടം പ്ലസ് ഹാപ്പിൻ ബെൻഡ് ഭയങ്കര ആള്. ക്രിസ്മസ് അന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ കുറെ നേരം നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഹാപ്പിൻ ബെൻഡ് 40 ലൈൻ ടൈൽ ഒടുവിലത്തെ ഹാപ്പിൻ ബെൻഡ് ആണ്. അയ്യർപാടി അവിടുന്ന് പിന്നെയും വിട്ടു. നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കണമല്ലോ. കാര്യം ഇത്രയും ദൂരം നമ്മൾ പോയത് അവിടെ ഒന്നും അതിനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും എഴുതിയിരിക്കുന്നു പാരീസ് കോർണർ ഇത്ര കിലോമീറ്റർ. എന്താണ് പാരീസ് കോർണർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല ഉള്ളതായിട്ട്. പക്ഷെങ്കിൽ ഈ പാരീസ് എസ്റ്റേറ്റ് കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഫേമസ് ആണ് വാൾപ്പാറയിലെ പാരീസ് എസ്റ്റേറ്റ്. അപ്പോൾ അത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയേ ഞങ്ങൾ പോയി. അങ്ങനെ പോയി ചെന്ന് നിന്നത് എവിടെയാണെന്ന് അറിയാമോ? നല്ല ഒരു തേയില എസ്റ്റേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പം വലിയൊരു സംരംഭമൊന്നും ഇല്ല. പക്ഷെങ്കിൽ എന്നാൽ നല്ല സൗകര്യമുള്ളതുമായ പുതിയൊരു കടയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നത്. ചെറിയൊരു ഷെഡ് പോലെ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും അത് നല്ല വൃത്തി ഉണ്ടായിരുന്നു. നല്ല എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ചായയും കാപ്പിയും സ്നാക്സ്, പിന്നെ നമുക്ക് വാഷ്റൂം പോകേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഇതാണ് പാരീസ് കോർണർ. ഞങ്ങളിപ്പോൾ അതിനകത്തോട്ട് കയറുവാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല സെറ്റപ്പായിരുന്നു, നല്ല സൗകര്യത്തിനുള്ളത്. അതിൻ്റെ കൂടെ നല്ല ഒരു ഫ്രീ ആയിട്ട് നമ്മളൊന്ന് പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ചായപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അവിടെ. ഹോം ചോക്ലേറ്റ് ഇഷ്ടം പോലെ സെയിലിനുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു പള്ളി അവിടെ. ഈ പള്ളി കണ്ടോ? അതിനിടയ്ക്കൊന്ന് പറയുവാന്ന്, ഈ പള്ളി വന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. അതിനുള്ളത് പള്ളിയുടെ പേര് ചിന്നപ്പർ പള്ളി. ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ഒക്കെ. ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പള്ളി, ഇത് ഒത്തിരി വർഷങ്ങളായതാണ് ഈ പള്ളി. ഞങ്ങളിപ്പോൾ അവിടെ കയറുന്നില്ല, അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക. കാരണം ഇന്ന് ഇടദിവസം ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ പള്ളിയിലൊന്നും കയറാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് ചായപ്പൊടി നോക്കിയപ്പോൾ നല്ല ചായപ്പൊടി അവിടെ ഇരിക്കുന്നുണ്ട്. പാരീസ് കോർണറിൻ്റെ തന്നെ പാരീസ് എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ തന്നെ ചായപ്പൊടി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് റിലാക്സ് ചെയ്ത് ഇറ്റ്സ് ടൈം ഓഫ് ടീ എന്നാണ് അവിടെ കൂടുതൽ അങ്ങനത്തെ വേർഡ്സാണ് എഴുതിയിരിക്കുന്നത്. കുറേ ചെടികളും പൂക്കളും. വാഴച്ചെടി, അതിൻ്റെ പൂവിൻ്റെ കളർ നോക്കും, സൂപ്പർ. പാരീസ് കോർണർ ഒരു നല്ല ചായക്കട, നല്ല ഒരു സെറ്റപ്പായിരുന്നു. അതൊരു നമുക്കൊരു ഫ്രീ ആകാനുള്ള ഒരു സെറ്റപ്പായിരുന്നു. അങ്ങനെ പാരീസ് കോർണറിൽ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ സാധിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വരാനുള്ള പ്ലാനുകളൊക്കെ. നല്ല സെറ്റപ്പ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. കറക്കിയല്ലേ ഒരു ചെടികളൊന്നും പറിക്കാൻ പോയി നല്ല ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അവിടെ ഉള്ള ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നവരൊക്കെ ഇങ്ങനെ ചായ കുടിക്കാൻ കയറുന്ന ഒരു സ്ഥലമാണ്. അത് പുതിയതായി, ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഈ വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. കാപ്പി ചായ ഏത് വേണമെങ്കിലും കഴിക്കാം. സൂപ്പർ, എന്ത് ഭംഗിയാ ചെടി കാണാൻ. കടയ്ക്കകത്തോട്ട് നിറയെ ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗി നല്ല ആസ്വദിച്ച് നമുക്ക് ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. തിരിച്ച് റിട്ടേൺ ഞങ്ങൾ പൊള്ളാച്ചിക്ക് വരുവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ.